ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ റെസിസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. നോക്കാം, കൊമേഴ്ഷ്യൽ റെസിസ്റ്റേഴ്സ്. കൊമേഴ്ഷ്യൽ റെസിസ്റ്റേഴ്സ് തന്നെ നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്, വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്. വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്. പിന്നെയാണ് വരുന്നത് കാർബൺ റെസിസ്റ്റേഴ്സ്. കാർബൺ റെസിസ്റ്റേഴ്സ് നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ കാർബൺ റെസിസ്റ്റേഴ്സാണ്. ഈ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബേസ് ഉണ്ടാവും, ഇതുപോലത്തെ ഒരു ബേസ് ഉണ്ടാവും. ഈ ബേസിന് ചുറ്റും നമ്മൾ അലോയ്, ഏതെങ്കിലും ഒരു അലോയ് എടുത്തിട്ട് വൈൻഡ് ചെയ്തുണ്ടാക്കുന്ന റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുക. ഈ അലോയ് എന്തൊക്കെയാവാം, ഒന്നെങ്കിൽ നിക്രോം ആവാം, ഏതെങ്കിലും അതായത് ഏതെങ്കിലും ഒരു അലോയ്, കോൺസ്റ്റന്റാനോ അങ്ങനെ ഏതെങ്കിലും ഒരു അലോയ് വെച്ചിട്ട് ഒരു ബേസിന്റെ മുകളിൽ വൈൻഡ് ചെയ്തുണ്ടാക്കുന്ന റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയാം. അത് കമ്പാരിറ്റീവ്ലി കാർബൺ റെസിസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സൈസ് കുറച്ച് വളരെ കൂടുതലായിരിക്കും. മറുവശത്ത് ഈ കാർബൺ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർബൺ ബ്ലാക്കും ക്ലേ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിസ്റ്ററാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർബൺ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് വളരെ ചെറുതായിരിക്കും. ഇപ്പം ഒരു ചെറിയൊരു സൈസ് അല്ലേ, ഏതൊരു രണ്ട് ലീഡും ഉണ്ടാവും അല്ലേ. ഇതിന് എന്തുണ്ടാവും, കുറച്ച് ബാൻഡ് ഉണ്ടാവും അല്ലേ. ഇങ്ങനത്തെ റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കാർബൺ റെസിസ്റ്റേഴ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഓരോ കാർബൺ റെസിസ്റ്റേഴ്സ് എന്താ, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. പിന്നെ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത് നമ്മൾ ഇതിന്റെ ഈ ബാൻഡ് വെച്ചിട്ടാണ്, ബാൻഡിന്റെ കളർ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് നമുക്ക് വഴിയെ പഠിക്കുക. ഇനി ഈ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് നിന്ന് കാർബൺ റെസിസ്റ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ദേ ആർ സ്മോൾ. ഫസ്റ്റത്തത് ദേ ആർ സ്മോൾ ഇല്ല, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതാ. പിന്നെ എത്ര ചെറിയ റെസിസ്റ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. മച്ച് സ്മോളർ റെസിസ്റ്റൻസ് can be made using carbon resistors. അല്ലേ, ഈ കാർബൺ റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് എത്ര ചെറിയ വാല്യൂ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് ഈ തീരെ ചെറിയ വാല്യൂ ഈ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എത്ര വലിയ വാല്യൂ വേണമെങ്കിലും നമുക്ക് എന്തുണ്ടാക്കാം, ഈ കാർബൺ റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കുക. കാരണം ഇതിന്റെ സൈസൊന്നും കൂടൂല റെസിസ്റ്റേഴ്സിന്റെ. പക്ഷെ വലിയൊരു കാർബൺ റെസിസ്റ്റർ അല്ല, ഒരു വയർ ബൗണ്ട് റെസിസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഹൈ വാല്യൂ ആണെങ്കിൽ അതിന്റെ സൈസും വളരെ കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? കാരണം നിക്രോമിന്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. അപ്പോൾ വളരെ വലിയ വാല്യൂ വേണമെന്ന് പറയുമ്പോൾ നിക്രോമിന്റെ ലെങ്ത്തും കൂടും. അപ്പോൾ ഒബ്വിയസ്ലി എന്താവും, സൈസ് കൂടും അല്ലേ. പിന്നെ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ചീപ്പാണ്. ചീപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവാണത് അല്ലേ. അതാ ഈ മൂന്ന് അഡ്വാൻറ്റേജ് ആണ് മെയിനായിട്ടുള്ളത്. ദേ ആർ ചീപ്പ് അല്ലേ. പിന്നെ ആൻഡ് കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു റൂം ടെമ്പറേച്ചറിന്റെ വേരിയേഷനും മറ്റേ കറണ്ടിന്റെ വേരിയേഷനും ഒക്കെ എന്താവും, അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് എന്ത്, അഡ്വാൻറ്റേജസ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സ് ഓവർ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് അല്ല. ഇനി കളർ കോഡ് എന്താന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാർബൺ റെസിസ്റ്റേഴ്സ്.
കാർബൺ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും ഇങ്ങനെ അത് ഞാൻ വലുതാക്കി വരച്ചാട്ടോ ഇത് വളരെ ചെറുതായിരിക്കും കാർബൺ ബ്ലാക്കും ക്ലേയും വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും ഇതിന് 3 ബാൻഡ് ഉണ്ടാവും ഒന്ന് ഫസ്റ്റ് ബാൻഡ് ഒന്ന് സെക്കൻഡ് ബാൻഡ് തേർഡ് ബാൻഡ് ലെഫ്റ്റ് സൈഡിൽ 3 ബാൻഡും റൈറ്റ് സൈഡിൽ ഒരൊറ്റ ബാൻഡും ഉണ്ടാവും ക്ലിയർ ആയോ ഈ ഓരോ ബാൻഡിലും എന്തുണ്ടാവും ഓരോ കളറായിരിക്കും അല്ലേ ഇപ്പം ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇത് റെഡ് ഇത് ഗ്രീൻ പിന്നൊന്ന് യെല്ലോ ഇങ്ങനെ എഴുതി വെച്ചോ അങ്ങനെ ഏതെങ്കിലും കളർ ഉണ്ടാവും ഇതോ ഈ ബാൻഡോ 3 കളറുള്ളൂ ഒന്നെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ പിന്നെ കളറൊന്നും ഉണ്ടാവില്ല ക്ലിയർ ആയോ ഇത് 3 കേസാണ് ഉണ്ടാവുക ഗോൾഡ് സിൽവർ നോ കളർ ഇനി ഈ കളർ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ അപ്പോൾ ഓരോ കളറിനും ഓരോ വാല്യൂ ആണ് അത് നമുക്ക് പഠിക്കണം ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കളർ എഴുതി കളർ പിന്നെ അതിൻ്റെ പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അതായത് അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പിന്നെ മൾട്ടിപ്ലയർ പിന്നെ ഇവിടെ വരുന്നത് ടോളറൻസ് അല്ലേ അപ്പോൾ ഇങ്ങനെ 4 കോളായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഓരോ കളറിനും ഓരോ വാല്യൂ ഒന്ന് ബ്ലാക്ക് എന്നാണ് തുടങ്ങുന്നത് ബ്ലാക്കിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താ വരിക 0 പിന്നെ വാല്യൂ 0 ആണ് വരുന്നത് മൾട്ടിപ്ലയർ തന്നെ 10⁻⁴ ടോളറൻസ് ഇല്ല പിന്നെ ബ്ലാക്ക് കഴിഞ്ഞാൽ ബ്രൗൺ ആണ് ബ്രൗണിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1 10⁻⁴ ടോളറൻസ് ഇതിനുമില്ല ബ്ലാക്ക് ബ്രൗൺ പിന്നെ റെഡിൻ്റെ വാല്യൂ 2 മൾട്ടിപ്ലയർ എന്താ 10⁻². അതായത് ഇതെന്താണോ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താണോ അത് 10ൻ്റെ പവറിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും മൾട്ടിപ്ലയർ കിട്ടും അല്ല അതിനും ടോളറൻസ് ഇല്ല ഓറഞ്ച് ഇതാണ് കേട്ടോ ബി റോയ് എന്നൊക്കെ ഉള്ള അതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോഡ് അപ്പോൾ ഓറഞ്ചിൻ്റെ വാല്യൂ എത്ര വരെ 3 10⁻3 ഓറഞ്ച് യെല്ലോ വരുമ്പോൾ എത്ര വരും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4 10⁻⁴ ടോളറൻസ് ഇല്ല പിന്നെ ഗ്രീനിൻ്റെ വാല്യൂ 5 10⁻⁵ അതിനൊന്നില്ല ടോളറൻസ് ഇല്ല പിന്നെ ബ്ലൂ 10⁻⁶ ഇല്ല ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ് വയലറ്റ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ് വയലറ്റ് പിന്നെ ഗ്രേ 8 10⁻⁸ ഇല്ല ടോളറൻസ് ഇല്ല പിന്നെ വൈറ്റിൻ്റെ വാല്യൂ 9 ആണ് 10⁻⁹ എന്തില്ല ടോളറൻസ് ഇല്ല ഇനി വരുന്ന 3 കളറിനാണ് ടോളറൻസ് ഉള്ളത്
വരുന്നത് ഗോൾഡ്, സിൽവർ, നോ കളറൊന്നും ഉണ്ടാവില്ല അല്ല. ഇതിനെന്തില്ല? ഗോൾഡിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇല്ല, മൾട്ടിപ്ലയർ ഇല്ല. ഇതെത്ര വരിക? ±5% ആണ് ടോളറൻസ് വരിക. പിന്നെ സിൽവറിനും എന്തില്ല? ഈ രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും മൾട്ടിപ്ലയറും ഇല്ല. ഇതിൻ്റെ ടോളറൻസ് ±10%. നോ കളറിനും എന്തില്ല? ഈ രണ്ട് ടേബിളും ഇല്ല. എന്താ ഉള്ളത്? ±20%. അപ്പോൾ ഇതാണ് ആ ടേബിൾ, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഉള്ള ടേബിൾ അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് വിചാരിച്ചോ. അതിൻ്റെ കളർ കോഡാണ് റെഡ്, ബ്ലൂ, പിന്നെ ഗ്രീന്. അതായത് റെഡാണെന്ന് വിചാരിച്ചത്, ഇത് ബ്ലൂ, ഇത് ഗ്രീൻ അല്ലേ. ഇവിടെ ഉള്ളത് കളറൊന്നും ഇല്ല എന്ന് വിചാരിച്ചു അല്ലേ. അപ്പം റെഡ്, ബ്ലൂ, ഗ്രീൻ, നോ കളർ അല്ല. നോക്കാം ഫസ്റ്റത്തെ തന്നെ റെഡിൻ്റെ ടേബിൾ നോക്കുക. റെഡിൻ്റെ ഫസ്റ്റത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2. അപ്പോൾ ഇവിടെ എന്ത് എഴുതുക? 2. പിന്നെ സെക്കൻഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇത് ബ്ലൂ അല്ലേ. ബ്ലൂവിൻ്റെ നോക്ക്, ബ്ലൂവിൻ്റെ ടേബിൾ തൊട്ട് 6, 26. ഇനി തേർഡിൻ്റെത് എന്തായിരിക്കും? മൾട്ടിപ്ലയർ ആയിരിക്കും. ഗ്രീനിൻ്റെ മൾട്ടിപ്ലയർ എത്രയാണെന്ന് നോക്ക്, 10⁵. അപ്പോൾ ഇൻറ്റു 10⁵. പിന്നെ നോ കളറിൻ്റെ ടോളറൻസ് ±20%. അപ്പോൾ അതാണ് ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇതാണ് അല്ലേ. വേറൊന്ന് വന്ന് വിചാരിച്ചോ. ഇതിൻ്റെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ എന്താ വരുന്നത്? ഫസ്റ്റത്തത് റെഡ് അല്ലേ. റെഡിൻ്റെ വാല്യൂ എത്രയാന്ന് നോക്ക്, 2. പിന്നെ ഗ്രീൻ അല്ലേ. ഗ്രീനിൻ്റെ എത്രയാ? 25. ഇൻറ്റു യെല്ലോൻ്റെ എന്താ എടുക്കേണ്ട? മൾട്ടിപ്ലയർ ഇൻറ്റു 10⁴. ±, ഇത് സിൽവർ ആണ് വിചാരിച്ചോ. സിൽവർ ആണെങ്കിൽ എന്താ വരിക? ±10%. 10%. അതാണ് അതിൻ്റെ വാല്യൂ വരിക. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അല്ലേ. ഇനി വേണം തിരിച്ചിട്ടും ചോദിക്കാം. ഇപ്പോൾ ഒരു റെസിസ്റ്റൻറ്റിൻ്റെ വാല്യൂ വേറൊരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 78 × 10⁻⁷ ±10% ആണ് വിചാരിച്ചോ. ഇതിൻ്റെ കളർ ബാൻഡ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത് അല്ലേ. അപ്പം എന്താ ചെയ്യുക? ആ വാല്യൂ ഉള്ള ഇത് നോക്കുക. 3 ബാൻഡ് ഉണ്ടാവില്ലോ, 1, 2, 3. പിന്നെ 4ാമത്തെ ബാൻഡാണ് ടോളറൻസ് അല്ലേ. 7 ഏതാ നോക്ക്? വയലറ്റ് ആണ്. അപ്പോൾ ഇതെന്താ വരിക? വയലറ്റ്. ഇതോ? പിന്നെ 8 അല്ലേ. 8 എന്താ? ഗ്രേ. പിന്നെ അടുത്ത എന്താ വരിക? 10⁻⁷. 10⁻⁷ ഏതാ നോക്ക്? വയലറ്റ് തന്നെ. 10% എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും? സിൽവർ. ഇതാണ് അതിൻ്റെ കളർ. ഇനിയാണ് നമ്മൾ എന്താ പറയുക? കളർ കോഡ് എന്ന് പറയാം. കളർ കോഡ് ഓഫ് റെസിസ്റ്റൻസ്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാർബൺ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മൊബിലിറ്റി എന്താ നോക്കാം. മൊബിലിറ്റി അപ്പം നോക്ക്, ഞാൻ ഒരു ഇലക്ട്രോണിൻ്റെ കേസ് പറയാം.
അപ്പം ഇത് റെസിസ്റ്റർ അല്ല കേട്ടോ, ഇതൊരു കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ഇവിടെ പോസിറ്റീവും കൊടുത്ത് ഇവിടെ നെഗറ്റീവും കൊടുത്ത് അല്ലേ. അപ്പോൾ ഉണ്ടായ ഇലക്ട്രോൺ എങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യുക? ഇങ്ങോട്ടല്ലേ. ഡ്രിഫ്റ്റ് ചെയ്യുന്ന വെലോസിറ്റി വി ഡി ആണ് വിചാരിച്ചോ. അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ് വിചാരിച്ചോ അല്ലേ. അപ്പോൾ മൊബിലിറ്റി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് മ്യൂ ഇസ് ഈക്വൽ ടു ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വയർഡ് പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് എന്ത് വരിക? മൊബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ്. അപ്പൊ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ഓർ എനി ചാർജ് ബൈ അപ്ലൈയിങ് എ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതായത് ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് ആകുമ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര, ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വെലോസിറ്റി അക്വയർ ചെയ്തു എന്നുള്ളതാണ് എന്ത് വരിക? മൊബിലിറ്റി അല്ലേ. ഇപ്പോൾ മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ നമുക്കറിയില്ലേ, ഇ ടോ ഡിവൈഡഡ് ബൈ എം അല്ലേ. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഇ. ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്ത ഇ ടോ ഡിവൈഡഡ് ബൈ എം. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? മ്യൂ ഇസ് ഈക്വൽ ടു ഇ ടോ ഡിവൈഡഡ് ബൈ ഈ എം താഴത്തേക്ക് പോകും, എം ഇൻറ്റു ഇ. ഇയും ഇയും ക്യാൻസൽ ആവൂലേ. Therefore mu mobility mu is equal to E into tau divided by m. ക്ലിയർ ആയോ? ഇനി ഇതിന്റെ യൂണിറ്റ് നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ എന്ത് മ്യൂ. ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താ വരിക? മീറ്റർ പെർ സെക്കൻഡ്. ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്താ വരിക? ന്യൂട്ടൺ പെർ കുളും, ന്യൂട്ടൺ കുളുംബ് ഇൻവേഴ്സ് അല്ലേ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ന്യൂട്ടൺ ഇൻവേഴ്സ് കുളുംബ് ഇങ്ങനെ വരും. അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് ആണെന്ത്? ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ മീറ്റർ പെർ സെക്കൻഡ് തന്നെ. ഇവിടെ എന്ത് വരും? വോൾട്ട് പെർ മീറ്റർ അങ്ങനെയും വരും അല്ലേ. ഇപ്പൊ എന്താ എഴുതുക? ഈ മീറ്റർ മുകളിലേക്ക് വരും. അപ്പൊ വോൾട്ട് ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഇങ്ങനത്തെ ഇക്വേഷനും വരും. ഇലക്ട്രിക് ഫീൽഡിന്റെ വേറൊരു യൂണിറ്റ് ആണ് വോൾട്ട് പെർ മീറ്റർ. ഇനി അടുത്ത് പഠിക്കാനുള്ളത് expression for conductivity of semiconductors. Conductivity of semiconductors. Conductivity of semiconductors. അപ്പോൾ ഇതെങ്ങനെയാ നോക്കാം. ഇപ്പം നമ്മൾ പഠിച്ച് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇ ഇൻറ്റു ടോ ഡിവൈഡഡ് ബൈ എം അല്ലേ. സെമി കണ്ടക്ടറിൽ എന്തൊക്കെ ഉണ്ടാവും? ഹോൾസും ഉണ്ടാവും, ഇലക്ട്രോൺസും ഉണ്ടാവും അല്ലേ. സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ എന്തുണ്ടാവും? ഇലക്ട്രോൺസും ഉണ്ടാവും, ഹോളും ഉണ്ടാവും അല്ലേ. ഇലക്ട്രോൺസും ഹോളും ഉണ്ടാവും. ഇതിന്റെ രണ്ടിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും വരിക. ചാർജിന്റെ സൈന് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്താ വരിക? മ്യൂ ഇ ഈസ് ഈക്വൽ ടു ചാർജ് into relaxation time of electron divided by mass of electron അല്ലേ. mobility of holes of mu h is equal to charge into relaxation time of holes divided by mass of holes. ക്ലിയർ ആയോ? ഈ ഒരു ഇക്വേഷൻ രണ്ടും മനസ്സിലാക്കുക. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റി നോക്ക്. അപ്പം ഇതിൽ എൻ എന്ന് പറയുന്നതാണ് ലെറ്റ് എൻ ബി ദ നമ്പർ ഡെൻസിറ്റി. ലെറ്റ് എൻ ബി ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ നമ്പർ ഡെൻസിറ്റി
ഇലക്ട്രോണിന്റെ നമ്പർ ഡെൻസിറ്റി എന്നും and let P be that of holes. അങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഇലക്ട്രോൺസിന്റെ നമ്പർ ഡെൻസിറ്റി എന്നും ഹോൾസിൻ്റെത് പി ആണ്. നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് വോളിയത്തിൽ n ഇലക്ട്രോൺസും ഉണ്ട്, ഒരു യൂണിറ്റ് വോളിയത്തിൽ പി ഹോൾസും ഉണ്ട് അല്ലേ. മൊബിലിറ്റിന്റെ ഡെഫിനിഷൻ എന്താ? മ്യൂ ഇസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മൊബിലിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൊബിലിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എന്ന് കിട്ടും അല്ലേ. ഇപ്പം രണ്ട് ആൾക്കാരില്ലേ അവിടെ, ഇലക്ട്രോൺസും ഹോളും. അപ്പം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ആര് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ക്വസ്റ്റ്യൻ 1. ക്വസ്റ്റ്യൻ 2 അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾസ് എന്ന് പറയുന്നത് എന്താ വരിക? മൊബിലിറ്റി ഓഫ് ഹോൾസ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ക്വസ്റ്റ്യൻ 3 അല്ലേ. ഇനി കറണ്ട് ഐ എന്ന് പറയുന്നത് എന്താ വരിക? അത് നമ്മൾ ഡിറൈവ് ചെയ്തല്ലേ, NA E ഇൻറ്റു ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലേ. അപ്പോൾ ഹോൾ കറണ്ട് എന്താ വരിക? അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ കറണ്ട് എന്താ വരിക? കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺ. നമ്പർ ഡെൻസിറ്റി n അല്ലേ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെമി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി, അത് രണ്ടാക്കും സെയിം ആയിരിക്കും വരിക. ഇ ഇൻറ്റു ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് വരെ എന്ത് എഴുതാം? മ്യൂ ഇ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ എഴുതിക്കൂടാ അല്ലേ. അപ്പോൾ ഇത് ഇക്വേഷൻ മ്യൂ ഇ ആണ് കേട്ടോ, സഫിക്സ് ഇ ആണ്, അല്ലാണ്ട് മ്യൂ ഇൻറ്റു ഇ എന്നല്ല. ഇത് ഇക്വേഷൻ 4. അതുപോലെ തന്നെ ഹോൾ കറണ്ട് എന്താ വരിക? IH, അവിടെ നമ്പർ ഡെൻസിറ്റി P ഇൻറ്റു എ ഇൻറ്റു ചാർജ് ഓഫ് ഹോൾ എന്താ E ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൊബിലിറ്റി ഓഫ് ഹോൾ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ഇക്വേഷൻ 5 അല്ലേ. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്താ വരിക? ടോട്ടൽ കറണ്ട് I ഇൻ ദ സെമി കണ്ടക്ടർ എന്താ വരിക? IE പ്ലസ് IH ഈസ് ഈക്വൽ ടു എന്താ വരിക? NAE ഇൻറ്റു മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് PAE ഇൻറ്റു മൊബിലിറ്റി ഓഫ് ഹോൾസ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഇതിൽ എന്ത് കോമൺ ആണ്? ക്രോസ് സെക്ഷണൽ ഏരിയ AE ആൻഡ് ക്യാപിറ്റൽ E, അത് മൂന്നും കോമണാണ്. അത് നമുക്ക് പുറത്തെടുത്ത് എഴുതാം. A ഇൻറ്റു E ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ടൈംസ് എന്താ വരിക? N മ്യൂ E പ്ലസ് P മ്യൂ H ടോട്ടൽ കറണ്ട് അല്ലേ. അപ്പോൾ I ഈസ് ഈക്വൽ ടു I എന്താ വരിക? വോൾട്ട് ബൈ റെസിസ്റ്റൻസ്. ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ബൈ റെസിസ്റ്റൻസ് അല്ല. അത് ഞാൻ 6 ആയിട്ട് എടുത്ത് വേണ്ട, അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു അല്ലേ. റെസിസ്റ്റൻസ് വോൾട്ടേജിന് പകരം എന്ത് എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ലെങ്ത് എന്ന് എഴുതിക്കൂടെ? നമ്മൾ കുറേ ഡിറൈവ് ചെയ്തതാണിത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ലെങ്ത് അല്ലേ. റെസിസ്റ്റൻസ് എന്താ വരിക? റോ L ഡിവൈഡഡ് ബൈ A. ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട്, ഈ എല്ലും ക്യാൻസൽ ആവും. അപ്പം എന്താ വരും? EA ഡിവൈഡഡ് ബൈ റോ എന്ന് വരും അല്ലേ. അപ്പം ഈ ഐനെ റീപ്ലേസ് ചെയ്തിട്ട് എനിക്ക് ഇത് കൊടുക്കാം. അപ്പം എന്താ വരിക? EA ഡിവൈഡഡ് ബൈ റോ ഈസ് ഈക്വൽ ടു AE ഇൻറ്റു E ഇൻറ്റു N മ്യൂ E പ്ലസ് P മ്യൂ H അല്ലേ. ഇയും ഇയും ക്യാൻസൽ ചെയ്യും, എയും എയും ക്യാൻസൽ ചെയ്യും. അപ്പം ലാസ്റ്റ് ആൻസർ എന്ത് വരും? 1 ബൈ റോ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു N മ്യൂ E പ്ലസ് P മ്യൂ H.
കിട്ടിയോ? ഈ 1/ρ എന്താ വരിക? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി അല്ലേ? സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൻ മ്യൂ ഇ പ്ലസ് പി മ്യൂ എച്ച്. ഇതാണ് ശരിക്കും എന്ത് വരിക? കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ. സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൻ മ്യൂ ഇ പ്ലസ് പി മ്യൂ എച്ച്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി ആൻഡ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. മൊബിലിറ്റീൻ്റെ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 6 വോൾട്ട് ക്വസ്റ്റ്യൻ ആണ്. വോൾട്ടേജ് അപ്ലൈ ചെയ്ത് എത്രയാ? 6 വോൾട്ട് is applied across a conductor of length എത്രയാ? 0.12 meter. Calculate the drift speed of electron. Drift velocity കണ്ടുപിടിക്കണം. If its mobility തന്നിട്ടുണ്ട്, drift velocity നമ്മൾ കണ്ടുപിടിക്കണം. മൊബിലിറ്റി തന്നിരിക്കുന്നത് 5.6 into 10 raised to -6 meter square വോൾട്ട് ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ? മൊബിലിറ്റിൻ്റെ ഇക്വേഷൻ എന്താ വരിക? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഇംപ്ലൈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൊബിലിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ വരിക? മ്യൂ ഇൻറ്റു വോൾട്ടേജ് ബൈ ലെങ്ത് അല്ലേ വരിക? വോൾട്ട് ബൈ യൂണിറ്റ് ലെങ്ത് അല്ലേ ഇലക്ട്രിക് ഫീൽഡ് വരിക അല്ലേ? ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 5.6 ഇൻറ്റു 10 റേസ് ടു -6 ഇൻറ്റു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ 0.12. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് വരിക? 6 ഇതിൽ 2 ടൈംസ്, അപ്പോൾ 0.02 എന്ന് വരും അല്ലേ? ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.28 ഇൻറ്റു 10 റേസ് ടു -3 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 0.28 10 റേസ് ടു -3 എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ അല്ലേ? മില്ലിമീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് അതിൻ്റെ മൊബിലിറ്റി വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ വളരെ ചെറിയ സ്പീഡായിരിക്കും മൊബിലിറ്റി ചില കേസിലൊക്കെ. ക്ലിയർ ആയോ? ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. അടുത്തതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി അല്ലേ? നമ്മൾ മുന്നേ പഠിച്ചതാണ്. റോ എന്ന് പറയുന്നത് എന്താ വരിക? m ഡിവൈഡഡ് ബൈ n e സ്ക്വയർ ടോ. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ. റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു m ബൈ n e സ്ക്വയർ ടോ. ഈ മെറ്റൽസിൻ്റെ കേസിൽ എന്തായിരിക്കും? മെറ്റൽസിൻ്റെ കേസിൽ ഇതിലിപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് മാസ് ഓഫ് ദ ചാർജ്, പിന്നെ നമ്പർ ഡെൻസിറ്റി, പിന്നെ ചാർജ്, റിലാക്സേഷൻ ടൈം. ഇതിലിപ്പം നമ്പർ ഡെൻസിറ്റി മെറ്റൽസിൻ്റെ കേസിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അതായത് ഈ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഈ മറ്റേ നമ്പർ ഡെൻസിറ്റിക്ക് കൂടാനോ കുറയാനോ ഒന്നും ചാൻസ് വളരെ കുറവാണ്. കാരണം മെറ്റൽസിൽ ഓൾറെഡി ഫ്രീ ആയിട്ട് കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ചാർജ് അധികം വരിക കുറയുക അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്. പക്ഷേ ഞാനിപ്പോൾ ഒരു മെറ്റൽ എടുക്കുകയാണെങ്കിൽ, ഒരു മെറ്റലിൻ്റെ സർഫേസ് എടുക്കുകയാണെങ്കിൽ, ഇതിപ്പം ഒരു ചാർജാണ് വിചാരിച്ചോ, ഒരു ചാർജ്. നിങ്ങളിതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ വൈബ്രേഷൻ കൂടും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുക തന്നെ നമ്മൾ കഴിഞ്ഞൊല്ലം പഠിച്ചതാണ്. കൈനറ്റിക് എനർജി ഈസ് എ ഡയറക്റ്റ് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജിയും കൂടും. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ? എല്ലാ പാർട്ടിക്കിൾസും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ ഇവർ തമ്മിലുള്ള കൊളീഷൻസ് കുറേ, ഇപ്പോൾ നേരത്തെ ടെമ്പറേച്ചർ കൊടുക്കുന്നതിന് മുന്നേ ഒരു 3 കൊളീഷനാണ് ഉണ്ടായിരുന്നെങ്കിൽ ടെമ്പറേച്ചറിന് ശേഷം അതൊരു 100 കൊളീഷൻസോ ഒരു 500 കൊളീഷൻസോ ഒക്കെ ഉണ്ടാവും അല്ലേ? കാരണം എന്തായി, എക്സ്ട്രാ എനർജി ചാർജസിന് കിട്ടി, എന്ത് കൈനറ്റിക് എനർജീൻ്റെ ഫോമിൽ, കാരണം ഹീറ്റ് കൊടുത്തതിനെ കൊണ്ട്. അപ്പം കൊളീഷൻസ് കൂടുക എന്ന് പറഞ്ഞാൽ ഈ റിലാക്സേഷൻ ടൈം എന്താ വരിക, കുറയാണ് ചെയ്യുക. ക്ലിയർ ആയോ? റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യും അല്ലേ? റിലാക്സേഷൻ ടൈം ഇതാ ഡിനോമിനേറ്ററിലുള്ള ഫാക്ടറല്ലേ, ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, റെസിസ്റ്റിവിറ്റി കൂടും. അപ്പം ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈം കുറയും, റെസിസ്റ്റിവിറ്റി എന്താവും, കൂടും. അപ്പം ഇത് രണ്ടും ഡയറക്റ്റ് കണക്ട് ചെയ്താൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ക്ലിയർ ആയോ? അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റിവിറ്റിയും കൂടും അല്ലേ? അപ്പം നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യുക എങ്ങനെയാണ്? ഇതിപ്പം റോ എന്ന് പറയുന്നത് റോ ടി എന്നെടുത്തോ. എന്നാൽ resistivity at a temperature, resistivity of a material at a temperature T. T എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റിവിറ്റിയാണ് റോ ടി. റോ സീറോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി അറ്റ് റെഫറൻസ് ടെമ്പറേച്ചർ. Resistivity at reference temperature. Reference temperature T0. T0 എന്ന റെഫറൻസ് ടെമ്പറേച്ചറിലുള്ളതാണ് റോ സീറോ. ക്ലിയർ? അത് വേണമെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകാം. മിക്കവാറും കേസിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ എടുക്കുക. പക്ഷെ അത് ആവണമെന്നില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ എടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഏതാണോ ഇനീഷ്യൽ പോയിന്റ് എടുത്ത് അതാണ് എന്ത് വരിക, റെസിസ്റ്റിവിറ്റി അറ്റ് റെഫറൻസ് ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആഫ്റ്റർ എ ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി ഓഫ് ഇനീഷ്യൽ ടെമ്പറേച്ചർ ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ് പറയാം. ആൽഫ ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ ഓർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താ വരിക, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലേ? ആൽഫയ്ക്കാണ് എന്ത് പറയുക, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് of resistance. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ കേസിൽ എന്താ വരിക, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ക്ലിയർ ആയോ? അപ്പം ഇതാണ് അതുള്ള റിലേഷൻ അല്ലേ? ഇപ്പോൾ ആൽഫ റോ ടി ഈസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി ഡെൽറ്റ ടി. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ അല്ലേ? ക്യാപിറ്റൽ ടി എന്നും റെപ്രസെൻ്റ് ചെയ്യട്ടെ വേണമെങ്കിൽ. ആൽഫ ടി ഈസ് ഈക്വൽ ടു ആൽഫ സീറോ ഇൻറ്റു 1 പ്ലസ് റോ ടി ഈസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു ആൽഫ എന്ത് വരും, ടി മൈനസ് ടി സീറോ. ഇതാണ് റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. ക്ലിയർ ആയോ? ഇതിൽ നിങ്ങൾക്ക് ആൽഫേൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പം ഇതിങ്ങോട്ട് എടുത്താൽ എന്ത് വരും, റോ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റോ സീറോ പ്ലസ് ആൽഫ റോ സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ എന്ന് എഴുതിക്കൂടെ. ദെർഫോർ ഇതെന്താ വരിക, റോ ടി മൈനസ് റോ സീറോ ഇസ് ഈക്വൽ ടു ആൽഫ റോ സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ. ഇംപ്ലൈസ് ആൽഫ എന്നുള്ള എന്ത് വരും, ഇതെല്ലാം കൂടി റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ റോ ടി മൈനസ് റോ സീറോ ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ. ക്ലിയർ ആയോ?
അപ്പം നമ്മൾ റെസിസ്റ്റിവിറ്റീനെ എന്ത് പറയും? ഈ റോ ടി മൈനസ് റോ സീറോ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ റെസിസ്റ്റിവിറ്റിയാണ്. ഇതോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ആൽഫനെ നമുക്ക് എന്ത് വരിക? ഡെൽറ്റ റോ ഡിവൈഡഡ് ബൈ, ഇത് ആൽഫ അല്ല കേട്ടോ, വളരെ വ്യത്യാസമുണ്ട്. എന്താ വരിക? റോ സീറോ അല്ലേ? എന്താ വരിക? റോ സീറോ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? ഇതിൻ്റെ വളരെ ചെറിയ വാല്യൂ ആകുന്ന സമയത്ത് നമ്മൾ എന്താ എഴുതാറുണ്ട്? 1/ρ0 d/dt അങ്ങനെ എഴുതാറുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് റെസിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ല കേട്ടോ, ഇത് ടെമ്പറേച്ചറാണ് അല്ലേ? അപ്പോൾ റെസിസ്റ്റിവിറ്റീനെ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റീനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ ഇൻക്രീസ് ഇൻ റെസിസ്റ്റിവിറ്റി per unit resistivity per unit rise in temperature അല്ലേ? ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ റെസിസ്റ്റിവിറ്റി പെർ യൂണിറ്റ് റെസിസ്റ്റിവിറ്റി, അതായത് റോ സീറോ, പെർ യൂണിറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റെസിസ്റ്റിവിറ്റീനെ അല്ല, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യുക, ആൽഫ അല്ലേ? ആൽഫന്റെ യൂണിറ്റ് ഓഫ് ആൽഫ എന്താ വരിക? യൂണിറ്റ് ഓഫ് ആൽഫ അല്ലേ? അപ്പം ഈ റെസിസ്റ്റിവിറ്റിൻ്റെയും ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റിൻ്റെയും യൂണിറ്റ് സെയിം അല്ലേ? അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റി ക്യാൻസൽ ആവും. എന്താ ഉണ്ടാവുള്ളൂ? 1/°C ഉണ്ടാവുള്ളൂ, ഓർ 1/Kelvin. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? °C ഇൻവേഴ്സ് ഓർ കെൽവിൻ ഇൻവേഴ്സ്. SI യൂണിറ്റ് കെൽവിൻ ഇൻവേഴ്സ് ആണ് കേട്ടോ. ജനറലി നമ്മളിത് രണ്ടുമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി റെസിസ്റ്റിവിറ്റി ഓരോ മെറ്റീരിയലിന് ഓരോ രീതിയിലാണ് അതിൻ്റെ ഗ്രാഫ് ഉള്ളത്. നോക്കാം, നമുക്ക് 3 എണ്ണമായിട്ട് എഴുതാം. ഇത് റെസിസ്റ്റിവിറ്റി വൈ ആക്സിസിൽ, ടെമ്പറേച്ചർ എക്സ് ആക്സിസിൽ. ഇത് അങ്ങനെ തന്നെ, ടെമ്പറേച്ചർ എക്സ് ആക്സിൽ, റെസിസ്റ്റിവിറ്റി വൈ ആക്സിസിൽ അല്ലേ? ഇത് ഞാൻ ഇപ്പോൾ എഴുതാൻ പോകുന്നത് മെറ്റൽസിനാണ്. മെറ്റൽസ്. ഇവിടെ എഴുതാൻ പോകുന്നത് അലോയ്സ് അല്ലേ? മെറ്റൽസിൻ്റെ കേസിൽ ഗ്രാഫ് ഇങ്ങനെയിരിക്കും അല്ലേ? സ്ട്രെയിറ്റ് ആയിരിക്കില്ല, ലീനിയർ ആയിരിക്കില്ല. പക്ഷെ അലോയ്സിൻ്റെ കേസിൽ എന്തുണ്ടാവും? അലോയ്സിൻ്റെ കേസ് അത് സ്ട്രെയിറ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി ടെമ്പറേച്ചർ 0 ആവുന്ന സമയത്ത് മെറ്റൽസിൻ്റെ റെസിസ്റ്റിവിറ്റി ഏകദേശം, ഇവിടെ റോ സീറോ എന്താ വരിക? ഏകദേശം 0 തന്നെയാണ് വരിക അല്ലേ? പക്ഷെ ഇവിടെ നോക്ക്, ടെമ്പറേച്ചർ 0 ആവുന്ന സമയത്തും അലോയ്സിന് എന്തുണ്ട്? ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എന്താണ്? ഫോർ മെറ്റൽസ് ദ ഗ്രാഫ് ഈസ് നോട്ട് ലീനിയർ അല്ലേ? ലീനിയർ അല്ല ഇത്. എന്താ വരിക? നോട്ട് ലീനിയർ അല്ല. പിന്നെന്താ ഇതിൻ്റെ പ്രോപ്പർട്ടി പറയാ? ഇവിടെ നോക്ക്, ഇതിന്റെ സ്ലോപ്പ് ഇപ്പോൾ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. നോക്ക്, ഈ സാധനം കണ്ടോ? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അപ്പൊ ആൽഫ ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതിയില്ല നമ്മൾ? 1/0 ഇൻറ്റു ഡെൽറ്റ റോ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ റോ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വരിക? സ്ലോപ്പ് അല്ലേ? നോക്ക്, ഇതിലിപ്പോൾ ഞാൻ സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ സ്ലോപ്പ് ഇങ്ങനെയല്ലേ വരിക അല്ലേ? അപ്പോൾ ഈ സ്ലോപ്പ് എന്തായിരിക്കും? ഇതിൽ പോസിറ്റീവാണ് വരിക. അപ്പോൾ ആൽഫ എന്തായിരിക്കും? ആൽഫ ഈസ് പോസിറ്റീവ്. സ്ലോപ്പ് പോസിറ്റീവ് ആയതിനെ കൊണ്ട് എന്ത് വരിക? അതായത് ഡെൽറ്റ റോ ബൈ ഡെൽറ്റ ടി പോസിറ്റീവ് ആയതിനെ കൊണ്ട് ആൽഫ എന്താവും? പോസിറ്റീവാണ് വരിക. ഇവിടുത്തെ കേസ് ഇവിടെ എന്താ വരിക? ഗ്രാഫ് ലീനിയറാണ്. ആൽഫ എന്താ വരിക? ആൽഫ എന്താ വരിക? ആൽഫ ഈസ് പോസിറ്റീവ്. ക്ലിയർ ആയോ? പിന്നെന്താ വരിക? അറ്റ് അബ്സല്യൂട്ട് 0
അറ്റ് അബ്സല്യൂട്ട് സീറോ, അതായത് ഞാൻ ഇവിടെ മാർക്ക് റെസിസ്റ്റിവിറ്റി ഈസ് ഓൾമോസ്റ്റ് സീറോ അല്ലെ. ഇവിടെ എന്താ അറ്റ് അബ്സല്യൂട്ട് സീറോ ദർ എക്സിസ്റ്റ് എ റെസിസ്റ്റിവിറ്റി അല്ലെ. ഒരു റെസിജ്വൽ ആയിട്ട് എന്തുണ്ടാവും, ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ടാവും. അതായത് ടെമ്പറേച്ചർ സീറോ ആകുമ്പോഴും എന്തുണ്ട്, ഒരു റെസിജ്വൽ റെസിസ്റ്റിവിറ്റി ഉണ്ട്. അത് അലോയ്സിന്റെ ഒരു പ്രോപ്പർട്ടി ആട്ടോ. ടെമ്പറേച്ചർ സീറോ ആകുമ്പോൾ അതിന്റെ റെസിസ്റ്റിവിറ്റി കംപ്ലീറ്റ്ലി അത് ഉണ്ടാവില്ല, അത് സീറോ ആവില്ല. ഇനി നമുക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് നോക്കാം. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചെന്താ, റെസിസ്റ്റിവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ റോ ടി ഈസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി മൈനസ് ടി സീറോ. ഇങ്ങനെയല്ലേ പഠിച്ചത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് എന്തുണ്ടാവും, ഒരു ലെങ്ത്തും ഉണ്ടാവും, എന്തുണ്ടാവും, ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടാവും. ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടാവും എ അല്ലേ. ഞാൻ എൽ ബൈ എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ റോ ടി ഇൻറ്റു എൽ ബൈ എ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എവിടെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ട റോ സീറോ ഇൻറ്റു എൽ ബൈ എ 1 പ്ലസ് ആൽഫ. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും ടി മൈനസ് ടി സീറോ അല്ലേ. ഇതെന്താ വരിക, റോ എൽ ബൈ എ റെസിസ്റ്റൻസ് ആഫ്റ്റർ ടെമ്പറേച്ചർ ടി. ഇതെന്താ വരിക, ഇനീഷ്യൽ റെസിസ്റ്റൻസ് ആർ സീറോ ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി മൈനസ് ടി സീറോ. ക്ലിയർ ആയോ? അപ്പോൾ റെസിസ്റ്റൻസും എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസും ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച്, അപ്പോൾ ഈ ഒരു ഫോർമുലയും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി റെസിസ്റ്റൻസ് മിക്കവാറും കേസിൽ നമ്മൾ എന്താ, റെഫറൻസ് ടെമ്പറേച്ചർ T0 T8 ആണ് എടുക്കുക അല്ലേ. T0 T അല്ല, T0 0 കെൽവിൻ ആയിട്ടാണ് എടുക്കുക. അപ്പം when T0 is equal to 0 Kelvin, അപ്പം എന്ത് വരും, റെസിസ്റ്റൻസ് RT is equal to R0 ഇൻറ്റു എന്ത് വരും 1 പ്ലസ് ആൽഫ എന്തേ ഉള്ളൂ, ടി എ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുക, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്ക്. ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് 5 ഓമാണ്. സ്റ്റീം പോയിന്റ്, അതായത് 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അതിൻ്റെ പോയിന്റ് എത്രയാണ്, 5.23. ഇനി 5.795 ഓം ആണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചത് അല്ലേ. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പം നോക്ക്, ഞാൻ ഈ ഇതിനെ തൽക്കാലം 100-ന് പകരം ഞാൻ എന്തെടുത്ത്, T1 T2 എന്നെടുത്ത്. ഇത് T1, ഇത് R2, ഇത് T2, ഇത് R2. സോറി, ഇത് R2 അല്ല, ഇത് R1. ടെമ്പറേച്ചർ 1 ആകുമ്പോൾ റെസിസ്റ്റൻസ് 1. നമ്മളെ റിലേഷൻ എന്തായിരുന്നു, R ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി മൈനസ് ടി സീറോ. ഇതല്ലേ. ഇവിടെ T0 0 ആണ്. അപ്പം T0 എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമുക്ക് ഈ സാധനം ഒഴിവാക്കാം. അപ്പം R1 എന്ത് വരും, R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T1 അല്ലേ, ഇക്വേഷൻ 1 ചെയ്താ.
R2 എന്ത് വരും? R2 is equal to R0 into 1 plus alpha T2. The equation 2. ഇപ്പോൾ R1 equal to എന്ത് വരും? R1 equal to ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ R0 plus R0 alpha T1 അല്ലേ? അപ്പോൾ R1 മൈനസ് R0 എന്ന് പറയുമ്പോൾ എന്ത് വരും? R0 ആൽഫ T2. ഇത് ഇക്വേഷൻ 3 എന്ന് വിളിച്ചോ. ഇതുപോലെ ഇവിടെ ചെയ്യുമ്പോഴോ R2 ഈസ് ഈക്വൽ ടു R0 പ്ലസ് R0 ആൽഫ T2. അപ്പോൾ R2 മൈനസ് R0 ഈസ് ഈക്വൽ ടു R0 ആൽഫ T2. ഇത് ഇക്വേഷൻ നമ്പർ 4. ഇനി 3/4 ചെയ്യുമ്പോൾ എന്താ വരിക? R1 minus R0 divided by R2 minus R0 is equal to എന്ത് വരും? R0 alpha T2 by R0 alpha T1. ഇത് T1 കേട്ടോ, സോറി. T1. ഇത് T1, ഇതെന്താ വരിക? T2 അല്ലേ? ഈ R0 ആൽഫയും R0 ആൽഫയും കട്ട് ചെയ്തൂടെ അല്ലേ? അപ്പം T2 എന്ത് വരും? T2 is equal to T1 ഇൻറ്റു എന്ത് വരും? ഇത് മുകളിലേക്ക് പോയാൽ R2 മൈനസ് R0 ഡിവൈഡഡ് ബൈ R1 മൈനസ് R0. അപ്പം ഇതാണ് ഇക്വേഷൻ വരിക T1-ൻ്റെ, അല്ല സോറി T2-ൻ്റെ. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? T2 ഈസ് ഈക്വൽ ടു T1 എത്രയാ? T1 നമ്മൾ 100 അല്ലേ എടുത്തത്? 100 ഇൻറ്റു R2 എന്ന് പറയുന്നത് എത്രയാ? 5.795 മൈനസ് 5 ഡിവൈഡഡ് ബൈ എത്രയാ വരിക? 5.23 മൈനസ് 5 ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്യുന്ന സമയത്ത് 100 ഇൻറ്റു ഇത് എത്ര വരിക? 0.795 ഡിവൈഡഡ് ബൈ 0.23 ഈസ് ഈക്വൽ ടു എൻ്റെ വാല്യൂ ഏകദേശം എത്രയാണ് വരിക? 345.65 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് അതിൻ്റെ വാല്യൂ വരിക. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഈ പ്രോബ്ലം അങ്ങനെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, at what temperature would the resistance of the conductor be double its resistance at the reference temperature? അല്ലേ? at reference at 0 degree Celsius. Thus this temperature hold for all Cu conductor regardless of shape and size. അങ്ങനെയാണ് ചോദിച്ചത്. അപ്പം ഇതിൽ നമുക്ക് തന്നത് ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസ് ആഫ്റ്റർ എ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 times R0. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ R0 നമ്മൾ എടുത്തത് അല്ലേ? R0 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അപ്പം എന്താ നമ്മൾ ഇക്വേഷൻ? RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി മൈനസ് T0 അല്ലേ? ഇവിടെ RT എന്ന് പറയുന്നത് എന്താ വരിക? 2R0 ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി ഇൻറ്റു T0 എന്ന് പറയുന്നത് 0, അപ്പോൾ ആൽഫ ടി അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 2 വരും. ഇപ്പം 2 ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ടി. ആൽഫയും തന്നിട്ടുണ്ട് ഇവിടെ. ആൽഫ എത്രയാണ് തന്നു പറഞ്ഞാൽ 3.9 ഇൻറ്റു 10⁻⁻³
ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് അല്ലേ. അപ്പം 2 - 1 is equal to ആൽഫ എത്രയാ 3.9 into 10⁻³ into t implies t equal to എന്ത് വരും 1 divided by 3.9 into 10⁻³ 10⁻³ മുകളിലേക്ക് അപ്പോൾ 10⁻³ divided by 3.9 is equal to ഏകദേശം എത്രയാണ് വരിക 256 ഡിഗ്രി സെൽഷ്യസ് ആണ് വരിക. ക്ലിയർ ആയോ? ഇത് പിന്നെ റെസിസ്റ്റിവിറ്റി നമ്മളെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് നമ്മളെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഒരു റെസിസ്റ്റൻസ് കുറയും. പക്ഷെ റെസിസ്റ്റിവിറ്റി എന്തിനില്ല, ഏരിയനും ലെങ്ത്തിനും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനോ ടെമ്പറേച്ചറിനോ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇതാണ് എന്ത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് മെറ്റൽസ്. മെറ്റൽസ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട്. ഇനി വേറെ 2 ആളുകളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഇൻസുലേറ്റേഴ്സും ഉണ്ട്, സെമി കണ്ടക്ടേഴ്സും ഉണ്ട്. അതെങ്ങനെയാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കാം. ഇനി നോക്ക്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഈ മെറ്റൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മെറ്റൽസിൽ നമ്മൾ കണ്ട് ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ടെമ്പറേച്ചറും റെസിസ്റ്റൻസും എന്താണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. പക്ഷേ ഈ ഇൻസുലേറ്ററിൻ്റെ കേസിൽ ഇപ്പം ഞാനൊരു ഇൻസുലേറ്റർ എടുക്കുകയാണെങ്കിൽ ഈ ഇൻസുലേറ്ററിൽ ഫ്രീ ആയിട്ടുള്ള ചാർജസ് വളരെ കുറവാണ് അല്ലേ. അതായത് ഫ്രീ ചാർജസ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് ഈ കൊളീഷൻ എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ വരുന്നേ ഇല്ല. ഇപ്പോൾ ഫ്രീ ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് ഒക്കെ കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അവിടെ റിലാക്സേഷൻ ടൈം ഇൻഫ്ലുവൻസ് ചെയ്യുന്നേ ഇല്ല. അതൊരു കാര്യം. പിന്നെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ ഒരു ആറ്റം ഉണ്ട് വിചാരിച്ചോ, ഒരു ആറ്റം. ആ ആറ്റം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഇലക്ട്രോണിനെ. ടെമ്പറേച്ചർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ എന്താവും, ഈ ഇലക്ട്രോൺ എനർജി കിട്ടിയിട്ട് അത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ലാറ്റീസിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്താണ് നമ്പർ ഡെൻസിറ്റി കൂടുന്നത്. അതിനൊരു റിലേഷൻ ഉണ്ട്. നമ്പർ ഡെൻസിറ്റി അറ്റ് എ ടെമ്പറേച്ചർ T ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ നമ്പർ ഡെൻസിറ്റി അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു പവർ ഓഫ് ദ എക്സ്പോണൻ്റ് വരിക -Eg/kBT. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ഉണ്ട്, പക്ഷെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ ഈ റിലേഷൻ ആലോചിച്ചാൽ മതി. ഇപ്പം നമ്പർ ഡെൻസിറ്റി അറ്റ് എനി ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു നമ്പർ ഡെൻസിറ്റി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു E⁻⁻kBT. Eg എന്ന് പറയുന്നത് നമ്മൾ എനർജി ഗ്യാപ്പ് എന്നാ പറയാം. എനർജി ഗ്യാപ്പ്. ഈ KB എന്ന് പറയുന്നതാണ് ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ്. ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ് കേട്ടോ. ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ്. T എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ ഈ T എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, T എന്ന് എഴുതാം. നമ്മൾ ഇതുവരെ ഒക്കെ യൂസ് ചെയ്ത സ്മോൾ ലെറ്റർ അല്ലേ. ക്യാപിറ്റൽ ലെറ്റർ T യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ എഴുതാം. എന്താണെന്ന് പറഞ്ഞാൽ മതി, ടൈമാണെന്നുള്ള വിചാരിച്ച് പോകരുത്. ഇനി നമുക്കറിയാം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ വരിക, നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് M/NE²τ അല്ലേ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തല്ലേ M/NE²τ. ഇതിൽ ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ മാസിന് ചാർജിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, റിലാക്സേഷൻ ടൈം എന്താവുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റെസിസ്റ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് വരും, നമ്പർ ഡെൻസിറ്റി. ക്ലിയർ ആയോ? ആ കാര്യം നമുക്കറിയാം. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, റെസിസ്റ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു
1/n. അപ്പോൾ റെസിസ്റ്റിവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ എന്താ വരിക? ഇസ് ഈക്വൽ ടു, ഇതിങ്ങനെ എഴുതിക്കൂടെ, ഇംപ്ലൈസ് റോ ഈക്വൽ ടു എ കെ കോൺസ്റ്റന്റ് ഇൻറ്റു 1/n അല്ലേ? അപ്പോൾ റെസിസ്റ്റിവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ എന്ത് എഴുതുക? കെ ഇൻറ്റു 1/n അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ, എൻ ഓഫ് ടി വരും അല്ലേ? അതേമാതിരി ഇനീഷ്യൽ റെസിസ്റ്റൻസോ കോൺസ്റ്റന്റ് കെ ഇൻറ്റു 1/n അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഇത് രണ്ടും കൂടി നമ്മൾ ഇവിടെ, അപ്പം നമുക്ക് എന്ത് വരും? എൻ ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് എഴുതാം? എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. അതുപോലെ തന്നെ N0 എന്ന് പറയുന്നത് എന്താ വരിക? കെ ഡിവൈഡഡ് ബൈ റോ 0. അത് രണ്ടും ഈ ഒരു ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പം എന്ത് വരും? എന്താ വരിക? എൻ ഓഫ് ടി എന്ന് പറയുന്നത് കെ ഡിവൈഡഡ് ബൈ റോ ടി ഈസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ റോ 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ ജി ഡിവൈഡഡ് ബൈ കെ ബി ടി അല്ലേ? ഈ കെയും ക്യാൻസൽ ചെയ്യില്ലേ അല്ലേ? അപ്പം ഇത് ഇങ്ങനെ എഴുതാം, 1/റോ ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഇ ജി ബൈ കെ ബി ടി ഡിവൈഡഡ് ബൈ റോ 0. അപ്പം ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്ത് വരും? റെസിസ്റ്റിവിറ്റി അറ്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു റോ 0 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് ഇ ജി ഡിവൈഡഡ് ബൈ കെ ബി ടി. അപ്പം റെസിസ്റ്റൻസ് അറ്റ് എ ടെമ്പറേച്ചർ റോ ടി ഈസ് ഈക്വൽ ടു റോ 0 ടു ഇ റേസ് ടു എന്ത് വരും? ഇ ജി ഡിവൈഡഡ് ബൈ കെ ബി ടി. ഇതാണ് റെസിസ്റ്റിവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ. ഇത് ഇൻസുലേറ്ററിലും സെമി കണ്ടക്ടറിലും റിലേഷനാണ്. റെസിസ്റ്റിവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ ഈക്വൽ ടു റോ 0 ഇൻറ്റു ഇ റേസ് ടു ഇ ജി ബൈ കെ ബി ടി അല്ലേ? ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് കെ ബി ടി അല്ലേ? ഇവിടെ സ്മോൾ ലെറ്റർ ടി ആണ് കേട്ടോ. ക്യാപിറ്റൽ ടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എനിവേ ടി എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്, ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് എന്ത് വരും? റെസിസ്റ്റൻസ് എന്താ വരിക? റെസിസ്റ്റിവിറ്റി എന്താ വരിക? കുറയുക. റോ ടി എന്ന് പറയുന്നത് എന്താ വരിക? കുറയുക. അപ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ, റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയുക ചെയ്യുക. ക്ലിയർ ആയോ? അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. വേറൊരു കാര്യം തന്നെ, റിലാക്സേഷൻ ടൈം സെമി കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും റെസിസ്റ്റിവിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇനി നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതാണ് റെസിസ്റ്റിവിറ്റി റോ, ഇത് ടെമ്പറേച്ചർ അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഇപ്പോൾ റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ക്ലിയർ ആയോ അല്ലേ? ഇവിടെ ആൽഫ എന്താ? ടെമ്പറേച്ചർ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താ വരിക? നെഗറ്റീവ്. കാരണം ഇവിടെ ഇപ്പോൾ നിങ്ങളൊരു സ്ലോപ്പ് വരച്ചാൽ ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെയല്ലേ സ്ലോപ്പ് ഉണ്ടാവുക? ഈ സ്ലോപ്പ് എന്തായിരിക്കും? ഈ ആക്സിസിലേക്ക് നീട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? ഈ ആംഗിൾ ഒബ്റ്റ്യൂസാണ് വരിക. അപ്പോൾ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്ലോപ്പ് നെഗറ്റീവ്. ആൽഫ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/റോ 0 ഡെൽറ്റ റോ ബൈ ഡെൽറ്റ ടി, ഇങ്ങനെയല്ലേ? അപ്പോൾ ഈ സാധനം എന്തായി? ഞാൻ ബ്രാക്കറ്റിൽ ഇട്ട സാധനം നെഗറ്റീവ് ആവും. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താ വരിക? നെഗറ്റീവാണ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രാഫ് വരിക. നെഗറ്റീവ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പ് വരിക. ഇങ്ങനെ കേട്ടോ, കറക്റ്റ് ഇങ്ങനത്തെ കർവ്. ക്ലിയർ ആയത്? ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് വന്നാൽ അത് തെറ്റാണ്. ശരിക്കും ഇങ്ങനെ ഒരു കർവാണ് വരിക. ഹൈപ്പർബോളയാണ് വരിക. ക്ലിയർ ആയോ? ഇനി നമുക്കൊരു നോട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ എനർജി ഗ്യാപ്പ്
എനർജി ഗ്യാപ്പിൻ്റെ ടേംസിലാണ് അത് സെമി കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്ന് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ എനർജി ഗ്യാപ്പ് ഒരു നോട്ടായിട്ട് പറയാം. എനർജി ഗ്യാപ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. 1-നെക്കാട്ടി ചെറുതാണെങ്കിൽ മെറ്റീരിയൽ എന്തായിരിക്കും? സെമി കണ്ടക്ടർ ആയിരിക്കും. മെറ്റീരിയൽ ഈസ് സെമി കണ്ടക്ടർ. ഇനി എനർജി ഗ്യാപ്പ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതെന്തായിരിക്കും? ഇൻസുലേറ്റർ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളെ ഈ സെമി കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ടാവുക. എനർജി ഗ്യാപ്പ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻസുലേറ്റർ ആയിരിക്കും, ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി അപ്പോൾ അത് ഇപ്പം നമ്മൾ മെറ്റൽസിനെ പഠിച്ച്, സെമി കണ്ടക്ടേഴ്സിനെ പഠിച്ച്, ഇൻസുലേറ്റേഴ്സിനെ പഠിച്ച്. ഇനി ഇലക്ട്രോലൈറ്റിന് എന്താ സംഭവിക്കാൻ നോക്കാം. ഇപ്പം ഒരു സെമി കണ്ടക്ടർ ആണെങ്കിൽ, ഒരു ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ ഒരു ഇതാണെങ്കിൽ, ഇപ്പോൾ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിലെന്തുണ്ടാവും? സൊല്യൂട്ടും ഉണ്ടാവും, സോൾവെൻറ്റും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവർ സൊല്യൂട്ട് സോൾവെന്റ് എന്തുണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ സൊല്യൂട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ സോൾവെന്റും ഉണ്ടാവും. സോൾവെന്റ് ഇവരൊക്കെ തമ്മിൽ എന്തുണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും. ഈ അട്രാക്ഷൻ ഉള്ളതിനെ കൊണ്ട് ഈ സൊല്യൂട്ടിനും സോൾവെന്റൊക്കെ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. നിങ്ങൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന സമയത്ത് ഈ അട്രാക്ഷനൊക്കെ എന്താവും? ഈ അട്രാക്ഷനൊക്കെ വീക്കാവും. വീക്കായി കഴിഞ്ഞാൽ എന്താ? മൊബിലിറ്റി കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മൊബിലിറ്റി കൂടുക ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്താവും? ഡിക്രീസ് ചെയ്യുക. റെസിസ്റ്റിവിറ്റി കുറയും. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ. മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കേണ്ടത് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ആണ്. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ അല്ലേ? അതായത് ഈ ഓംസ് ലോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യൂണിവേഴ്സൽ ലോ അല്ല. കാരണം എല്ലാ മെറ്റീരിയൽസും അത് ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുക? നോൺ ഓമിക് മെറ്റീരിയൽസ് എന്ന് പറയുക. നോൺ ഓമിക് മെറ്റീരിയൽസ് അല്ലേ? ഓംസ് ലോന്റെ പ്രത്യേകത എന്താണെന്നാൽ ഓംസ് ലോൻ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അപ്പം അതിൻ്റെ VI ഗ്രാഫ്, വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും അല്ലേ? എപ്പോഴും എന്തായിരിക്കും വരിക? ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും വരിക. പക്ഷേ നോൺ ഓമിക് കണ്ടക്ടേഴ്സിന് എന്തായിരിക്കില്ല? ഈ ലീനിയർ ആയിരിക്കില്ല അല്ലേ? ഒരു പരിധി വരെയൊക്കെ ചിലപ്പോൾ അത് ലീനിയർ ആയിട്ട് കാണിക്കും. പിന്നെന്താവും? അത് ബെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങും. ക്ലിയർ ആയി? ഇങ്ങനെയായിരിക്കേണ്ടത് ഡോട്ടഡ് ലൈനിലായിട്ട് ഗ്രാഫ് വേണ്ടത്. പക്ഷേ ഇവിടെ കണ്ടോ ഒരു ബെൻഡ് വരുന്നത്. അപ്പോൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ VI ഗ്രാഫ് ഈസ് നോട്ട് ലീനിയർ അല്ലേ? അപ്പോൾ certain മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് ഒബേ ഓംസ് ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആയോ? അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല അല്ലേ? ഇനി മെറ്റീരിയൽ വിച്ച് ഒബേ ഓംസ് ലോയാണ് നമ്മൾ എന്ത് പറയുക? ഓമിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓമിക് മെറ്റീരിയൽസ് ഓർ ഓമിക് കണ്ടക്ടേഴ്സ്. ഓമിക് കണ്ടക്ടേഴ്സ്. ഓമിക് കണ്ടക്ടേഴ്സ് അല്ലേ? അപ്പം
ഓമിക് കണ്ടക്ടേഴ്സിന്റെ ഗ്രാഫാണ് ഇത്. അപ്പം ഇങ്ങനെ വരിക. ഈ ഒരു ഭാഗം അയച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരും അല്ലേ. ഇനി അപ്പം വേറൊരു പോയിന്റ് തന്നെ, വോൾട്ടേജ് സീറോ ആകുമ്പോൾ കറണ്ടും എന്താവണം? സീറോ ആവണം അല്ലേ. അത് ഓമിക് കണ്ടക്ടേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നോൺ ഓമിക് മെറ്റീരിയൽസ് കുറച്ചുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. നോൺ ഓമിക് കണ്ടക്ടേഴ്സിന്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരിക. പല ടൈപ്പ് ഗ്രാഫ് ഉണ്ട്. ലീനിയർ ആയിട്ടും ഇന്റർസെപ്റ്റ് ഉള്ളതൊന്നും എന്താവില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോഴും നോൺ ഓമിക് ആവില്ല, അപ്പോഴും ഓമിക് ആവില്ല. അപ്പം ഇവിടെ കറണ്ട്, ഇവിടെ വോൾട്ടേജ്. ആക്സസ് മാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതുവരെ ലീനിയറായി. പിന്നെ അതിനുശേഷം എന്താവുക? കണ്ട ഒരു ബെൻഡ് വന്നില്ലേ അല്ലേ. അപ്പം ഇങ്ങനെയായിരുന്നു ഗ്രാഫിന്റെ ആക്ച്വൽ ഷേപ്പ്. പക്ഷെ ഇവിടെ കണ്ടോ, ഇത് നോൺ ഓമിക് ബിഹേവിയർ എന്ന് പറയും നമ്മൾ അല്ലേ. ഗ്രാഫ് എന്താ അല്ല, ഇതിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെ പറയാം? ഗ്രാഫ് നേരത്തെ പറഞ്ഞ മാതിരി ഈസ് നോട്ട് ലീനിയർ. ലീനിയർ അല്ലല്ലോ അല്ലേ. ഇനി ഇതിന്റെ കേസിൽ ഇതൊരു ഗ്രാഫ് നോൺ ഓമിക്കിന്റെ. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലീനിയർ ആവാം. വേറൊരു ഗ്രാഫ് ഇത് അങ്ങനെയും ആവാം, ഇങ്ങനെയും വരാം അല്ലേ. ഇത് ലീനിയർ ആണ്, പക്ഷെ എന്നാലും എന്താ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ, ഇപ്പം വോൾട്ടേജ് സീറോ ആവുന്ന സമയത്ത്, വി സീറോ ആവുന്ന സമയത്ത് അവിടെ ഒരു റെസിജ്വൽ കറണ്ട് ഉണ്ട്. അതാ കണ്ടോ, അല്ലേ. അപ്പൊ ഇതും എന്തല്ല, നോൺ ഓമിക് കണ്ടക്ടറിന്റെ ഒരു എക്സാമ്പിളാണ്. അപ്പൊ ഓംസ് ലോ ഇതിനും ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്താ വരിക? വെൻ വി ഈക്വൽ ടു സീറോ അല്ലേ, ഐ മേ നോട്ട് ബി സീറോ അല്ല. അങ്ങനെ സീറോ അല്ലാത്തൊക്കെ എന്തായിരിക്കും? നോൺ ഓമിക് ഇരിക്കും അല്ലേ. പിന്നെ ഈ ഒരു രണ്ട് കേസാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് അല്ലേ. പിന്നെ ചില മെറ്റീരിയലൊക്കെ ഉണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള, അതൊക്കെ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ഓരോ എക്സാമ്പിൾ നമുക്ക് നോക്കാം നോൺ ഓമിക് കണ്ടക്ടേഴ്സിന്റെ. അതിൽ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ഒന്നും കൂടി എഴുതാം. നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അതിൽ ഒന്നാണ് ഫസ്റ്റാണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ്. മെറ്റാലിക് കണ്ടക്ടേഴ്സ് പറഞ്ഞാൽ മെറ്റാലിക് കണ്ടക്ടേഴ്സിൻ്റെ എല്ലാ കേസും അല്ല കേട്ടോ. ഇപ്പം ചെറിയ കറണ്ട് ഒക്കെ ആണെങ്കിൽ, ഫോർ സ്മോൾ കറണ്ട് മെറ്റാലിക് കണ്ടക്ടർ എന്താ? ഓമിക് ആയിരിക്കും, കാരണം അത് ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഇനി ഹൈ കറണ്ട് ആണെങ്കിൽ, കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? നോൺ ഓമിക് ആയിരിക്കും. അതിൻ്റെ ഗ്രാഫാണ് ഞാൻ നേരത്തെ വരച്ചത്. നോക്കുക, ഇങ്ങനെ വരും. അല്ലേ. ചെറിയ കറണ്ടിനൊക്കെ എന്താണ്? ഓംസ് ലോ ചെയ്യുന്നുണ്ട് അല്ലേ. കറണ്ട് കൂടുന്ന സമയത്ത് എന്താവുന്നുണ്ട്? അത് ഓംസ് ലോന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടത് ഇത് വലിയ കറണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കറണ്ടിനൊക്കെ, ഐ ഡാഷ് എന്ന കറണ്ടിനൊക്കെ എന്താണ്? ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല അല്ലേ.
അപ്പോൾ മെറ്റാലിക് കണ്ടക്ടേഴ്സിന് തന്നെ ചെറിയ കറണ്ടിൽ മാത്രമേ എന്തുള്ളൂ ഓമിക് ബിഹേവിയർ കാണിക്കുന്നുള്ളൂ. ഹൈ കറണ്ട് ആകുമ്പോൾ സംഭവം എന്താണ്? നോൺ ഓമിക് ആണ്. ഇറ്റ് ഡീവിയേറ്റ്സ് ഫ്രം ദ ഓമിക് ബിഹേവിയർ. ഇനി വേറൊരു കേസാണ്, സെക്കൻഡ് കേസാണ്. സെക്കൻഡ് കേസാണ് വാട്ടർ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. വാട്ടർ വോൾട്ട് മീറ്റർ ഇതൊക്കെ നോണോമിക് കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആട്ടോ. വാട്ടർ വോൾട്ട് മീറ്റർ ഒന്നും നിങ്ങളെ സിലബസിൽ കേട്ടോ, ഞാൻ പറയുന്നുണ്ട് എന്നുള്ളൂ. അല്ലേ? വാട്ടർ വോൾട്ട് മീറ്റർ ഇത് ഇങ്ങനെ അല്ലേ, എക്സ് ആക്സിസ് വൈ ആക്സിസിൽ കറണ്ട്, സെറ്റ് ആക്സിസ് സോറി എക്സ് ആക്സിസിൽ വോൾട്ടേജ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. കണ്ടോ? ഇവിടെ വോൾട്ടേജ് കറണ്ട് 0 ആകുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? ഒരു വോൾട്ടേജ് ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ കണ്ടോ? അപ്പോൾ വോൾട്ടേജ് 0 ആക്കണമെങ്കിൽ ഒരു നെഗറ്റീവ് കറണ്ടിൻ്റെ ആവശ്യമുണ്ട്, ഒരു -I0. ഇതും എന്താണ്? നോണോമിക് ബിഹേവിയറാണ്. ശരിക്കും ഓംസ് ലോ പറയുന്നത് എന്താണ്? വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് കറണ്ടും 0 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ വോൾട്ടേജ് 0 ആയ സമയത്ത് എന്തുണ്ട്? ഒരു നെഗറ്റീവ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഇന്റർസെപ്റ്റ് ഉണ്ടാവാൻ പാടില്ല ഓമിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ ഈ വാട്ടർ വോൾട്ട് മീറ്റർ എന്താണ്? ഓമിക്കിൻ്റെ ഒരു കേസാണ്. പിന്നെ അടുത്തതാണ് PN ജംഗ്ഷൻ വരുന്നത്. PN ജംഗ്ഷനും ഏകദേശം ഇതേപോലെ തന്നെയാണ്. PN ജംഗ്ഷനൊക്കെ നമ്മൾ ഇനി സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. പക്ഷെ അതിനിപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ, രണ്ട് ഡയറക്ഷനിൽ അതിന് കറണ്ട് ഉണ്ടാവും. അതിനൊന്ന് ഫോർവേഡ് കറണ്ട് എന്നാണ് പറയുക, ഒന്ന് റിവേഴ്സ് കറണ്ട് എന്ന് പറയാം അല്ലേ? അപ്പം ഇതാണ് ഈ ഒരു റീജിയനാണ് ഫോർവേഡ് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ ഗ്രാഫ് അവിടെ എന്തായിരിക്കില്ല, ചെറിയ വാല്യൂ വരെയൊക്കെ ഓംസ് ലോ ഉപയോഗിക്കും. പിന്നെ എന്താവും? ഗ്രാഫ് ഡീവിയേറ്റ് ചെയ്യും അല്ലേ? അതുപോലെ ഇവിടുത്തെ കേസും അങ്ങനെയാണ്, റിവേഴ്സിൻ്റെതും അങ്ങനെ തന്നെയാണ്. ക്ലിയർ ആയോ? അതെന്താണ്? ഇത് തേർഡ് വൺ PN ജംഗ്ഷൻ. ക്ലിയർ ആയോ? അപ്പം ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഈ നോണോമിക് ബിഹേവിയറിൽ കാണിക്കുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ വേറൊരു നിങ്ങളെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിളാണ് ഗാലിയം ആർസനൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള. ഗാലിയം ആർസനൈഡ് GAAS എന്നാ എഴുതുക. ഗാലിയം ആർസനൈഡ് അല്ലെ? അതിൻ്റെ ഗ്രാഫ് നോക്ക്, ഞാനൊന്ന് വരയ്ക്കാം. അതിന് 3 റീജിയൻ തന്നെ ഉണ്ട്. കറണ്ട്, ഇത് വോൾട്ടേജ് അല്ലേ? ഇങ്ങനെ 3 റീജിയൻ തന്നെ ഉണ്ട് ഗാലിയം ആർസനൈഡ് അല്ലേ? അപ്പോൾ അത് ഞാൻ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. കണ്ട? അപ്പോൾ 3 റീജിയനായിട്ട് ഇതിപ്പോൾ ഒറിജിനാണ് അല്ലേ? ഇവിടെ കണ്ടോ? ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം നോൺ ലീനിയർ റീജിയൻ. ഇത് ലീനിയർ റീജിയൻ ആണ് കേട്ടോ, ഏകദേശം ലീനിയർ ആയിട്ട് എടുക്കുക. ഇത് ഈ റീജിയനാണ്. കണ്ടോ? നോൺ ലീനിയർ ആണ്, പക്ഷെ റെസിസ്റ്റൻസ് എന്താ വരിക? നെഗറ്റീവ്. കാരണം വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയല്ലേ ചെയ്യുക, സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ.
നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ അല്ലേ. അപ്പം ചെറിയ കറണ്ടിനാകുന്ന സമയത്ത് ഞാൻ റെഡിൽ മാർക്ക് ചെയ്യുന്ന റീജിയൻ വളരെ ചെറിയ കറണ്ട് ആകുമ്പോൾ എന്താണ് വരിക, ഗ്രാഫ് ലീനിയറാ വരിക അല്ലേ. അപ്പം കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണെന്ന് അതെന്താ നോൺ ലീനിയർ റീജിയനിലേക്ക് വരും, അതായത് ഗ്രാഫ് കേർവ്ഡ് ആവും. പിന്നെ ഏറ്റവും ഈ പോയിന്റിലാണ് മാക്സിമം കറണ്ട് വരുന്നത്. ഇതാണ് ഐ മാക്സ് അല്ലെ, മാക്സിമം കറണ്ട്. അതിന് ശേഷം എന്താ വരിക, പിന്നെന്താ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആയി. അതായത് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്താ വരിക, കറണ്ട് കുറയുക ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇത് എന്താ ഗാലിയം ആർസനൈഡ് എന്താണ്, ഒരു നോൺ ഓമിക് മെറ്റീരിയലിന്റെ എക്സാമ്പിൾ. ഗാലിയം ആർസനൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടറാണ്. ക്ലിയർ ആയോ?